ഈ സഹകരണ ബാങ്കുകളിലെയും കേരള ബാങ്കുകളിലും ഒക്കെ വായ്പ കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അത് വളരെ ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, മാർച്ച് 31 അതിൻ്റെ കാലാവധി അവസാനിക്കുകയാണ്. സർ, ഈ മാർച്ച് 30 പല ആളുകൾക്കും ബാങ്കിലെ കുടിശ്ശിക പെട്ടെന്ന് അടക്കാൻ സാധിക്കുന്നത് ഒന്ന് സർക്കാരിൻ്റെ ട്രഷറി നിയന്ത്രണങ്ങൾ, അതുപോലെ മറ്റ് സാമ്പത്തിക പ്രയാസങ്ങൾ, ഇപ്പോൾ ഈ മലബാറിനും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ഈ നോമ്പ് കാലങ്ങൾ. അതുകൊണ്ട് സാർ, ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഒരു 3 മാസത്തേക്ക് ജൂൺ മാസം വരെ നീട്ടുന്നതിനുള്ള ഒരു നടപടി അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒരുപാട് വായ്പാ കുടിശ്ശികൾ തീർക്കാൻ സാധിക്കും. സാർ, നല്ലൊരു പദ്ധതിയാണ്. സഹകരണ ബാങ്കുകളുടെയൊക്കെ കിട്ടാക്കടങ്ങൾ അടച്ചു തീർക്കുന്ന ഒരു അവസ്ഥ ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിക്കുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അതിന് ജൂൺ 30 വരെ ആ പദ്ധതി നീട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ചോദ്യം ക്ലിയർ. അങ്ങ് ചോദിച്ച ചോദ്യത്തിന് നേരത്തെ തന്നെ ഞങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിരുന്നു. സാധാരണ രീതിയിൽ അത് 2 മാസമാണ് കൊടുക്കാറുള്ളത്. ഈ പ്രാവശ്യം ജനുവരി ഫെബ്രുവരി കൊടുത്ത് സഹകാരികളുടെ ആവശ്യപ്രകാരം മാർച്ച് കൂടെ നീട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് മാർച്ച് 31 വരെ ഉണ്ട്. അത് പ്രയോജനപ്പെടുത്തണമെന്ന് അങ്ങയോട് വിനയപൂർവ്വം അറിയിക്കുകയാണ്.